നമസ്കാരം. ഞാൻ ഡോക്ടർ സുജിത് കുമാർ മാധവൻ. LBA അല്ലെങ്കിൽ നടുവേദന പ്രശ്നങ്ങൾ സമൂഹത്തിൽ വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ നടുവേദന എന്ന അവസ്ഥയ്ക്ക് 1072 കാരണങ്ങളുണ്ട്. പ്രധാനമായും നടുവേദനയുമായി ബന്ധപ്പെട്ട കാരണങ്ങളെ നമുക്ക് വിശകലനം ചെയ്യാം. സ്കയാറ്റിക എന്ന അവസ്ഥ നമ്മുടെ നടുഭാഗത്തു നിന്നും കാലുകളിലേക്ക് പോകുന്ന സ്കയാറ്റിക എന്ന ഒരു നെർവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കംപ്രഷനുമായി ബന്ധപ്പെട്ട നടുവേദനയാണ് സ്കയാറ്റിക. പലപ്പോഴും നമ്മുടെ കാല് ലിഫ്റ്റ് ചെയ്യാൻ വളരെ പ്രയാസമാവുകയും കിടന്ന അവസ്ഥയിൽ നിന്നും കാല് പൊക്കുവാൻ പ്രയാസമാകുന്ന അവസ്ഥയാണ് സ്കയാറ്റിക എന്ന രോഗാവസ്ഥയിൽ ഉണ്ടാവുക. അടുത്തതായി വളരെ കോമൺ ആയി കാണപ്പെടുന്നതാണ് IVDP, ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ്. അതായത് നമ്മുടെ വെർട്ടിബ്ര അല്ലെങ്കിൽ കശേരുകൾക്കിടയിലുള്ള ഒരു തരുണാസ്ഥിയുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്ക് അതിൻ്റെ യഥാസ്ഥാനത്ത് നിന്ന് മാറി വരികയും അത് പ്രൊലാപ്സ് ആയി ഞരമ്പുകൾക്ക് അമർച്ച ഉണ്ടാക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് IVDP. IVDPയും ഇതേപോലെ തന്നെ നടുവേദനയ്ക്ക് വലിയൊരു കാരണമാണ്. അടുത്തതായി സ്പോണ്ടൈലോലിസ്റ്റസിസ് എന്ന അസ്ഥിയുടെ സ്ഥാനഭ്രംശ അവസ്ഥയാണ്. അതായത് നട്ടലിന്റെ കശേരുകൾ കൃത്യമായ കർവുകളിൽ കൂടിയാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. ആ കർവുകൾ മാറുകയും യഥാവിധി കശേരുകൾ സ്ഥാനഭ്രംശം സംഭവിക്കുന്ന അവസ്ഥയാണ് സ്പോണ്ടൈലോലിസ്റ്റസിസ്. ഈ അവസ്ഥകൾക്കൊക്കെ ആയുർവേദത്തിൽ ഫലപ്രദമായ ചികിത്സയുണ്ട്. കൃത്യമായ ഒരു നട്ടലുപരത ചികിത്സയിലൂടെ ഇവയെ സുഖപ്പെടുത്തുകയും ശരീരത്തെ ഇളമിപ്പിക്കുകയും അസ്ഥിയെ വീണ്ടും വളരുന്ന അവസ്ഥയിലേക്ക് ആക്കി കൊടുക്കുന്നതുമാണ് അസ്ഥിക്ഷയ ചികിത്സ. ഈ അസ്ഥിക്ഷയ ചികിത്സയും പഞ്ചകർമ്മ ചികിത്സയും സമന്വയിപ്പിച്ചുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള നടുവേദന പ്രശ്നങ്ങൾക്ക് നമുക്ക് ശാശ്വതമായ പരിഹാരം കാണാവുന്നതാണ്. നന്ദി, നമസ്കാരം.